ഹലോ, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊരു ടെൻറ്റ് വാങ്ങിച്ചായിരുന്നു ഡെക്കാത്തലോണിൽ നിന്ന്. അത് MH100 എന്ന് പറയുന്ന ഒരു ടെൻറ്റാണ്. അതിൻ്റെ മോഡൽ നമ്പറാണ് MH100 എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നത്. ഞാൻ ഇതുവരെ ടെൻറ്റ് നേരത്തെ യൂസ് ചെയ്തിട്ടില്ല. അതൊന്ന് നൂർത്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അൺബോക്സിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ചാനലിൽ ഇതുവരെ അങ്ങനെ അൺബോക്സിംഗ് ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ ആ ടെൻറ്റ് നമുക്കൊന്ന് കണ്ടു നോക്കാം. വിനു ഉണ്ട് നമ്മുടെ കൂടെ. അപ്പോൾ സ്ഥലത്തിൻ്റെ കോട്ട്സി നമ്മൾക്ക് വിനുവിനാണ് കൊടുക്കാറുള്ളത്. വിനുവിൻ്റെ പറമ്പാന്ന് വെച്ചിട്ടായിരുന്നു ഞാനിരുന്നത്. പക്ഷേ അതല്ല, വിനുവിൻ്റെ അയൽവക്കത്തുള്ള ആറേ പറമ്പാണ്. അനുമതി ചോദിച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. കയ്യേറ്റമൊന്നുമല്ല. വിനുവിൻ്റെ പറമ്പ് ഇതുകൊണ്ട് അവിടെ ഉണ്ട്. അതിൻ്റെ അകത്ത് മൊത്തം പന്നിയാണ്. അതുകൊണ്ട് നമ്മളവിടെ അതിൻ്റെ അകത്ത് മൊത്തം കാട്ടുപന്നിയുണ്ട്. അപ്പം ഇവിടെ ഇരിക്കുന്നത് കുറച്ച് റിസ്ക്കാണ്. നമ്മൾ രാത്രിയിൽ ഇത് ചെയ്യണമെന്നാണൊക്കെ വിചാരിച്ചിരുന്നത്. പക്ഷേ ഈ ഒരു ചുറ്റുപാട് കണ്ടോ, ഇവിടെ 2 വർഷമായിട്ട് നല്ല കാട്ടുപന്നി ശല്യമുണ്ട്. അപ്പോൾ അത് കാരണമാണ് നമ്മുടെ ഇപ്പോഴത്തെ പറമ്പ് കുറച്ച് വൃത്തിയാക്കി ക്ലീനാക്കി ഇട്ടിരിക്കുന്ന പറമ്പാണ്. ഈ ഏരിയ ഫുള്ള് പന്നിയായിരുന്നു. ഇപ്പം കഴിഞ്ഞ ദിവസം റബ്ബർ വെട്ടിയിട്ട് ഏകദേശം 2 ആഴ്ചയായി. ഞാൻ വരുന്ന സമയത്ത് തന്നെ ഇതിനകത്ത് കുറച്ച് പന്നികൾ ആ സമയത്ത് JCB വന്ന സമയത്ത് ഇറങ്ങി മൂടുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ഇതിനകത്തായിരുന്നു ഒരു ആവാസ കേന്ദ്രം എന്ന് പറയാനുള്ളത്. പക്ഷേ നമ്മുടെ നാട്ടിൽ നേരത്തെ പണ്ട് പന്നിശല്യമൊന്നും ഇല്ലാതെ കേട്ടോ. നമ്മുടെ ആ 2018 ആ പ്രളയം വന്നതിന് ശേഷമാണ് നമ്മളിവിടെ പന്നികളൊക്കെ ആയി തുടങ്ങിയത്. ഞാനിതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ഇവരൊക്കെ ഇവിടെ ഉള്ള കാരണം ഇവരൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട് പന്നി. തന്നെയല്ല, നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് ആ റബ്ബറിന്റെ ചൂട് പന്നി കുത്തി ഇളക്കിയിട്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് പോകാം. ഡെക്കാത്തലോണിൽ നിന്ന് നമ്മൾ വാങ്ങിയതാണ്. കഴിഞ്ഞ ദിവസം കോട്ടയം ഡെക്കാത്തലോണിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാൻ കുറേ സാധനങ്ങൾ വാങ്ങി. കുറച്ച് സാധനങ്ങൾ വാങ്ങി. ഞാൻ വെയിറ്റ് ചെയ്ത് വാങ്ങാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരുന്ന കുറേ സാധനങ്ങൾ. അതിൻ്റെ അകത്ത് മെയിനായിട്ട് നമ്മൾ വാങ്ങാൻ ഡിസൈഡ് ചെയ്ത ഒരു സാധനമാണ് ടെൻറ്റ്. ഡെക്കാത്തലോണിന് ഓൺലൈൻ സൈറ്റ് ഉണ്ട്, അവർ ഡെലിവറി ഉണ്ട്. എന്നിരുന്നാലും നമ്മൾ അവിടെ പോയി സെലക്ട് ചെയ്ത് പർച്ചേസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ തന്നെ പോയി പർച്ചേസ് ചെയ്ത്. 2999, അതായത് 3000 രൂപ വിലയുള്ള ഡെക്കാത്തലോണിന്റെ ഒരു ടെൻറ്റാണ്. അപ്പോൾ ഇത് നമുക്ക് ഓഫർ പ്രൈസ് വന്നിരിക്കുന്നത് 1999 ആണ്. 1999, 2000 രൂപയാണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത്. 2% ടെൻറ്റാണ് കേട്ടോ. ഇതിന്റെ മോഡൽ എന്ന് പറയുന്നത് MH100 ഗ്രേ കളറുള്ള ടെൻറ്റാണ്. അതാണ് ഇതിന്റെ മോഡൽ. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല. ഇത് എനിക്കും അറിയത്തില്ല എങ്ങനെയാണ് ഈ സംഭവം. ഇതിന്റെ പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുന്നു. ഇത് അത് ഓപ്പണായി. ഇതിൽ ഡിസ്പ്ലേ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെയൊക്കെയാണ് ഇത് നോക്കുന്നത്. ഇത് പേപ്പറാണ്. എങ്ങനെയൊക്കെയാണ് ഇത് സെറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കി ചെയ്യാം. തൽക്കാലം ഇത് ഇങ്ങോട്ടേക്ക് വെക്കാം. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഹോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇതിൻ്റെ കവറാണ്. ഇതൊരു വെൽക്രോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ റോപ്പുണ്ട്. പിന്നെ കുറേ ടൂൾസും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. ടൂൾസ് എന്നല്ല, നിലത്ത് കുറ്റി അടിച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള ആ പോളാണ്. ഇനി നമ്മൾ പള്ളിയൊക്കെ ഇത് താഴ്ത്തി മണ്ടാഷാന്ന് തോന്നുന്നു. ഇത് ടോപ്പാ അല്ലേ? നമ്മളിത് പോളെടുത്തു. ദിലീപിന്റെ ആ പടത്തിന്റെ കമ്പ് ഇത് കൊള്ളാല്ലേ? കട്ടിയുണ്ടോ കമ്പിക്ക്? കട്ടിയുണ്ട്, നോക്കി. ഒരു മെറ്റലല്ല, വേറെ ടൈപ്പ് അല്ല, ഫ്ലെക്സിബിൾ ടൈപ്പ് എന്തോ റോഡാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ? 5 മിനിറ്റ് പോലും എടുത്തില്ല. പക്ഷെ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ കുറച്ചുകൂടെ അറിയാമെങ്കിൽ ഇതിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അല്ലേ? ഇതൊന്നും നമ്മൾ ഏതായാലും ഇപ്പോൾ ഉറപ്പിക്കുന്നില്ല. ബേസിക് സംഭവം എങ്ങനെയാണെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കിയത്. ഈ പോളൊക്കെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അതേതായാലും ഞാനിപ്പോൾ ഉറപ്പിക്കുന്നില്ല. പിന്നെ ഇത് പാക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. പിന്നെ ഈ റോപ്പൊക്കെ ഉണ്ട്, അതൊക്കെ ഈ ഭാഗങ്ങളിലൊക്കെ വലിച്ച് കെട്ടി ഇത് കുറച്ചുകൂടെ സ്റ്റഡി ആക്കാൻ പറ്റും. അതായത് ഈ കൂടുതൽ വിൻഡി കണ്ടീഷൻസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന സമയത്ത് ഈ സാധനം പറന്നു പോകാതിരിക്കാൻ. പിന്നെ ഇത് കണ്ട ഇവ കാറ്റടിച്ചപ്പോൾ തന്നെ ഇങ്ങനെ പോകുന്നുണ്ടല്ലേ? അപ്പോൾ പറന്നു പോകാതിരിക്കാൻ നമുക്കിത് ഉറപ്പിച്ച് വെക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറി നോക്കാം. ഇവിടെ ഇങ്ങനെ ഷിപ്പ് കൊടുത്തിട്ടുണ്ട്. ഷിപ്പ് ഓപ്പൺ ചെയ്ത് വീട്ടിലേക്ക് കയറുകയാണ്. താഴെ ഒരു വെൽക്രോ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ടെന്റിന്റെ ഉൾവശം. 2 പേർക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റും അല്ലേ? ഒരു ചെറിയൊരു ബെഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല കിടക്കാനുള്ള സൗകര്യം. തറയിൽ നിന്ന് ഒരു ഹാർനസ് മാർക്കറ്റ് അല്ലേ? കിടന്നു വെക്കാം ചിലപ്പോൾ നിലത്ത് ചമ്മ. അപ്പോൾ ഇതാണ് നമ്മുടെ ടെന്റിന്റെ അകത്തു നിന്നുള്ള വിഷ്വൽസ്. സംഭവം കൊള്ളാം കേട്ടോ. 2 പേർക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു ടെന്റാണ്. എണീറ്റ് ഇരിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ
ഒരാളാണെങ്കിൽ ഒരാൾക്കേ പറ്റത്തുള്ളൂ. പിന്നെ എന്നെ പോലുള്ള ഒരാളാണെങ്കിൽ 2 പേർക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരിക്കും. കിടക്കാൻ 2 പേർക്ക് സൂപ്പർ ആയിട്ട് പറ്റും. നമ്മൾ ഏതായാലും ഇത് റിയൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഉടനെ തന്നെ അടുത്ത ഏതെങ്കിലും ഒരു ദിവസം നമ്മളൊരു നൈറ്റ് സ്റ്റേ എവിടെയെങ്കിലും വെക്കുന്നതാണ്. അന്നേരം നമുക്ക് ഇതെല്ലാം ഒന്നുകൂടെ പരിചയപ്പെടാം. അപ്പോൾ മുമ്പോട്ടുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് ഇനി മുമ്പോട്ടുണ്ടാവണം. നമ്മുടെ അടാർ വേറൊരു സാധനത്തിൻ്റെയും കൂടെ റിവ്യൂ ഇടുന്നുണ്ട്. അതിൻ്റെ എല്ലാം റിവ്യൂ കാണാൻ വേണ്ടിയിട്ട് കീപ് സപ്പോർട്ടിങ് അവർ ചാനൽ ആൻഡ് വാച്ച്.